ഇന്ന് നമുക്ക് ചില കോൺവെർസേഷണൽ സ്ട്രക്ചേഴ്സ് നോക്കാം. അതായത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കോമൺ ആയി യൂസ് ചെയ്യുന്ന ചില എക്സ്പ്രഷൻസ് അതാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനം കുറച്ച് സെന്റൻസസ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുത്തിരുന്നു. അതിന്റെ ആൻസേഴ്സ് കൂടി നോക്കാം. പിന്നെ ഈ ലെസൺസ് യൂസ്ഫുൾ ആയി തോന്നുന്നവർ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. നമ്മുടെ കൈവശം ധാരാളം പെയിന്റ് ബാക്കിയുണ്ട്. എന്തെങ്കിലും ഒരു സാധനം ബാക്കി വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ലെഫ്റ്റ് എന്ന വെർബ് ഉപയോഗിച്ചാണ്. നമ്മുടെ കൈവശം ധാരാളം പെയിന്റ് ബാക്കിയുണ്ട്. ധാരാളം പെയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എ ലോട്ട് ഓഫ് പെയിന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്ലെന്റി ഓഫ് പെയിന്റ് എന്ന് പറയാം. രണ്ടിനും പോസിറ്റീവായ മീനിങ് ആണുള്ളത്. ടു മച്ച് പെയിന്റ് എന്ന് പറയരുത്. ടു മച്ച് പെയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത അത്രയും അളവില് ഒരു നെഗറ്റീവ് എക്സ്ട്രീമിനെയാണ് ടു നമ്മൾ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ടു മച്ച് പെയിന്റ് എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത അത്രയും അധികം എന്നൊരർത്ഥം അതിന് വരും. നെഗറ്റീവായൊരു മീനിങ് അതിനുണ്ട്. ആ ഒരു നെഗറ്റീവ് മീനിങ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ പ്ലെന്റി ഓഫ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എ ലോട്ട് ഓഫ് ഉപയോഗിക്കുക. നമ്മുടെ കൈവശം ധാരാളം പെയിന്റ് ബാക്കിയുണ്ട്. നമ്മളാണ് സബ്ജക്റ്റ്. വി ഹാവ് ഗോട്ട് ധാരാളം പെയിന്റ്, പ്ലെന്റി ഓഫ് പെയിന്റ്. ബാക്കിയുണ്ട് എന്ന് പറയാൻ ലെഫ്റ്റ് എന്നൊരു വെർബ് കൂടി ആഡ് ചെയ്താൽ മതി. വി ഹാവ് ഗോട്ട് പ്ലെന്റി ഓഫ് പെയിന്റ് ലെഫ്റ്റ്. ഗോട്ട് അവിടെ നിർബന്ധമില്ല, വി ഹാവ് എന്ന് പറഞ്ഞാലും മതി. പക്ഷെ പൊതുവെ നമ്മൾ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഹാവ് ഗോട്ട് ആണ് കോമൺ ആയി യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ. വി ഹാവ് ഗോട്ട് പ്ലെന്റി ഓഫ് പെയിന്റ് ലെഫ്റ്റ്, അല്ലെങ്കിൽ വി ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് പെയിന്റ് ലെഫ്റ്റ്. എ ലോട്ട് ഓഫിന് പകരം നമുക്ക് ലോട്ട്സ് ഓഫ് എന്ന എക്സ്പ്രഷനും ഉപയോഗിക്കാം. അത് പ്ലൂറൽ ആയ ഒരു എക്സ്പ്രഷൻ ആണ്. എന്നാൽ പിന്നെ നമുക്ക് കിച്ചൺ കൂടി പെയിന്റ് ചെയ്തേക്കാം. ഉള്ള ഓപ്ഷൻസിൽ ഇതാണ് ബെറ്റർ എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ് മൈറ്റ് ആസ് വെൽ. സോ വി മൈറ്റ് ആസ് വെൽ പെയിന്റ് ദ കിച്ചൺ. അവളാണ് ബോസ് എന്ന പോലെ അവൾ സംസാരിച്ചു. ഷീ സ്പോക്ക്, അല്ലെങ്കിൽ ഷീ ടോക്ക്ഡ്. അവളാണ് ബോസ് എന്ന പോലെ. ആ എന്ന പോലെ എന്ന മീനിങ് കിട്ടാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷൻ ആണ് ആസ് ഇഫ്. നമുക്ക് ആസ് ദോയും ഉപയോഗിക്കാം. ഒരു ഇൻഫോർമൽ സ്റ്റൈലിൽ ഇവിടെ നമുക്ക് ലൈക്കും ഉപയോഗിക്കാം. ഷീ സ്പോക്ക് ആസ് ഇഫ് ഷീ വാസ് ദ ബോസ്. അവൾ ആണ് എന്നാണ് മലയാളത്തിൽ എഴുതിയത്, പക്ഷേ ഷീ സ്പോക്ക് എന്നത് പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ആ സെന്റൻസിനകത്ത് വരുന്ന വേർബ്സ് എല്ലാം പാസ്റ്റ് ടെൻസിലായിരിക്കും. ഷീ സ്പോക്ക് ആസ് ഇഫ് ഷീ വാസ് ദ ബോസ്. ഷീ വേർ ദ ബോസ് എന്ന് പറയാം. അതാണ് കുറച്ചുകൂടി കോമൺ. അൺറിയൽ ആയ ഇതുപോലത്തെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പൊതുവെ സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയും വേർ ഉപയോഗിക്കും. ഷീ സ്പോക്ക് ആസ് ഇഫ് ഷീ വേർ ദ ബോസ്. ഷീ വാസ് ദ ബോസ് എന്ന് നമുക്ക് പറയാം. ഇവിടെ ആസ് ഇഫിന് പകരം നമുക്ക് ലൈക്ക് ഉപയോഗിക്കാം. ഷീ സ്പോക്ക് ലൈക്ക് ഷീ വാസ് ദ ബോസ്. അത് വളരെ ഇൻഫോർമൽ ആണ്. ഫോർമൽ സ്റ്റൈലിൽ നമ്മൾ ഈ കാര്യം പറയുന്നത് ആസ് ഇഫ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആസ് ദ ഉപയോഗിച്ചാണ്. എന്ന പോലെ, അതുപോലെ, അതെല്ലാമാണ് ആ എക്സ്പ്രഷന്റെ അർത്ഥം. കൺജങ്ഷൻ ആണത്. അതിനുശേഷം ക്ലോസ് ആണ് വരിക. നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ആ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വളരെ ക്ഷീണിതരായിരുന്നു. നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം. ആസ് യു ക്യാൻ ഇമാജിൻ, ആസ് യു ക്യാൻ ഗസ്. ആസ് ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ധാരാളം എക്സ്പ്രഷൻസ് ഇംഗ്ലീഷിലുണ്ട്. ഇത്തരം എക്സ്പ്രഷൻ സെന്റൻസിന്റെ ആദ്യമാണ് വരിക. ആസ് യു ക്യാൻ ഇമാജിൻ. ആ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വളരെ ക്ഷീണിതരായിരുന്നു. ഞങ്ങൾ ക്ഷീണിതരായിരുന്നു. വി വർ ടയേർഡ്. ആയിരുന്നു എന്നാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ പാസ്റ്റ് ടെൻസ് ആണ്. വി വർ ടയേർഡ് ആഫ്റ്റർ ദാറ്റ് ലോങ് ജേർണി. ആസ് യു ക്യാൻ ഇമാജിൻ വി വർ വെരി ടയേർഡ്, അല്ലെങ്കിൽ ക്വൈറ്റ് ടയേർഡ്. വളരെ ക്ഷീണിതരായിരുന്നു എന്ന് പറയാനാണ് ക്വൈറ്റ്, വെരി, ആ എക്സ്പ്രഷൻസ് എല്ലാം ഉപയോഗിക്കുന്നത്. വി വർ ക്വൈറ്റ് ടയേർഡ് ആഫ്റ്റർ ദ ലോങ് ജേർണി, അല്ലെങ്കിൽ ആഫ്റ്റർ ദാറ്റ് ലോങ് ജേർണി. ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. ഇതൊരു ഓർഡറാണ്. ഓർഡർ എല്ലാം നമ്മൾ ഇംപറേറ്റീവ് സെന്റൻസ് ഉപയോഗിച്ചാണ് പറയുന്നത്. അതായത് അതിന്റെ വെർബാണ് ആദ്യം വരിക. അതിന്റെ സബ്ജക്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യില്ല. ചെയ്യുക, ഡു. ഞാൻ പറയുന്നത് പോലെ, ആസ് ഐ സേ. ഡു ആസ് ഐ സേ. നമുക്ക് വേണമെങ്കിൽ ഡു വാട്ട് ഐ സേ എന്നും പറയാം. ഞാൻ പറയുന്നത് ചെയ്യുക എന്ന അർത്ഥമാണ് അപ്പൊ കിട്ടുക. രണ്ടും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഡു ആസ് ഐ സേ എന്ന് പറയാം, അല്ലെങ്കിൽ ഡു വാട്ട് ഐ സേ എന്ന് പറയാം. ഇതൊരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ സബ്ജക്റ്റ് മെൻഷൻ ചെയ്യാത്തത്. ഇംപറേറ്റീവ്സ് നമ്മൾ ഓർഡർ കൊടുക്കുന്നതിന്, അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് റിക്വസ്റ്റ് ചെയ്യുന്നതിന്, അതിനെല്ലാം വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം സെന്റൻസസ് ആണ് ഇംപറേറ്റീവ് സെന്റൻസസ്. അവൻ എത്തിയതും പ്രശ്നങ്ങൾ തുടങ്ങി. ഒരു കാര്യം സംഭവിച്ചതും മറ്റൊരു കാര്യം സംഭവിച്ചു. ഇതുപോലത്തെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിനെ കമ്പൈൻ ചെയ്യാനായി ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷൻ ആണ് ആസ് സൂൺ ആസ്. അവൻ എത്തി, ഹി അറൈവ്ഡ്. പ്രശ്നങ്ങൾ തുടങ്ങി, പ്രോബ്ലം സ്റ്റാർട്ടഡ്, അല്ലെങ്കിൽ ട്രബിൾ സ്റ്റാർട്ടഡ്. ആസ് സൂൺ ആസ് ഹി അറൈവ്ഡ്, ട്രബിൾ സ്റ്റാർട്ടഡ്, അല്ലെങ്കിൽ പ്രോബ്ലം സ്റ്റാർട്ടഡ്. ആസ് സൂൺ ആസ് ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ക്ലോസ് നമുക്ക് വേണമെങ്കിൽ സെന്റൻസിന്റെ ആദ്യം ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് മെയിൻ ക്ലോസിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ആസ് സൂൺ ആസ് ഹി അറൈവ്ഡ്, പ്രോബ്ലം സ്റ്റാർട്ടഡ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രോബ്ലം സ്റ്റാർട്ടഡ് ആസ് സൂൺ ആസ് ഹി അറൈവ്ഡ് എന്നും പറയാം. നമുക്ക് ട്രെയിനിന് പോയാലോ, അല്ലെങ്കിൽ ട്രെയിനിന് പോകണം, ഒരു അഡ്വൈസിന് അല്ലെങ്കിൽ ഒരു നിർദ്ദേശത്തിന് വേണ്ടിയുള്ള ചോദ്യമാണ്.
അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് ഒന്നുകിൽ ഷോൾ അല്ലെങ്കിൽ ഷുഡ് ഉപയോഗിച്ചാണ്. ഷുഡ് ഉപയോഗിക്കുന്ന അമേരിക്കൻ ഇംഗ്ലീഷിലാണ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഈ കാര്യം ഷോൾ ഉപയോഗിച്ചാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ട്രെയിനിന് പോയാലോ? ഷോൾ വി ഗോ ബൈ ട്രെയിൻ? ബൈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ മതി, ബൈ ദ ട്രെയിൻ എന്ന് പറയരുത്. ഇത് കേൾക്കുന്നയാൾ പറയുന്നത് എനിക്ക് കാറിന് പോകാനാണ് താല്പര്യം എന്നാണ്. അയാൾക്ക് അയാളുടെ സ്വന്തം വാഹനം ഓടിച്ചു പോകുന്നതാണ് താല്പര്യം. അപ്പൊ നമുക്ക് കാറിന് പോകാനാണ് താല്പര്യം എന്ന് നമുക്ക് പല രീതിയിൽ പറയാം. നമുക്കിത് പ്രിഫർ ഉപയോഗിച്ച് പറയാം, വുഡ് റാദർ ഉപയോഗിച്ച് പറയാം, ഐ വുഡ് പ്രിഫർ ടു ഡ്രൈവ്, അല്ലെങ്കിൽ ഐ വുഡ് പ്രിഫർ ടു ഗോ ബൈ കാർ. അവിടെ ടു ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമ്മുടെ വാഹനം നമ്മൾ തന്നെ ഓടിച്ചു പോവുക എന്നൊരു അർത്ഥമാണുള്ളത്. പ്രിഫറിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ING ഫോം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്തായാലും ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കൂടെ ടു ഉണ്ട്. ടു ഉള്ള ഇൻഫിനിറ്റീവ് ആണ് നമ്മൾ പ്രിഫറിന് ശേഷം യൂസ് ചെയ്യുന്നത്, അത് ശ്രദ്ധിക്കുക. ഇനി ടാക്സിയിൽ പോകാനാണ് താല്പര്യമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ വുഡ് പ്രിഫർ ടു ടേക്ക് എ ടാക്സി എന്ന് പറയാം. ഐ വുഡ് പ്രിഫർ ടു ടേക്ക് എ ടാക്സി. ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് വുഡ് റാദർ ഉപയോഗിച്ച് പറയാം. അതിനുശേഷം ഉപയോഗിക്കുക ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്, ING ഫോം യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. ഐ വുഡ് റാദർ ഡ്രൈവ്. എനിക്ക് ട്രെയിനിന് പോകുന്നതിനേക്കാൾ താല്പര്യം കാറിന് പോകുന്നതാണ്. ഒരു ഓപ്ഷനേക്കാൾ മറ്റൊരു ഓപ്ഷൻ ഇഷ്ടമാണ്, അതാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത് എന്ന് പറയാനാണ് നമ്മൾ വുഡ് റാദറും പ്രിഫറും ഉപയോഗിക്കുന്നത്. ഒന്ന് മറ്റൊന്നിനേക്കാൾ ഇഷ്ടമാണ് എന്ന് പറയാതെ നമുക്കൊരു കാര്യം ഇഷ്ടമാണ് എന്ന് മാത്രം പറയുമ്പോൾ നമ്മൾ ഐ വുഡ് ലൈക്ക് ആണ് ഉപയോഗിക്കുക. അതിനുശേഷം എല്ലായ്പ്പോഴും ടു ഇൻഫിനിറ്റീവ് വരും. ഐ വുഡ് പ്രിഫറിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം, ING ഫോം യൂസ് ചെയ്യാം. ജനറൽ ആയി നമ്മുടെ പ്രിഫറൻസസിനെ കുറിച്ച് പറയുമ്പോൾ ING ഫോമാണ് യൂസ് ചെയ്യുക. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒക്കേഷനിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറയുമ്പോഴാണ് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നത്. വുഡ് റാദറിന് ശേഷം എല്ലായ്പ്പോഴും ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ ജനൽ തുറക്കുന്നതിനോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? നമ്മളൊരു കാര്യം ചെയ്യുന്നതിനോട് മറ്റൊരാൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ, വിരോധമുണ്ടോ, അപ്രിയമുണ്ടോ എന്നെല്ലാം ചോദിക്കാൻ നമുക്ക് രണ്ട് എക്സ്പ്രഷൻസ് ഉപയോഗിക്കാം. ഡു യു മൈൻഡ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് എന്ന് ചോദിക്കാം. ഇതിന് ശേഷം വരുന്നത് ഒരു ഈഫ് ക്ലോസ് ആണ്. രണ്ട് പേരുള്ള സമയത്താണ് അത് വരുന്നത് എന്ന് ശ്രദ്ധിക്കാം. അതായത് ഇവിടെ ഞാൻ ജനൽ തുറക്കുന്നതിനോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഞാനും ഉണ്ട്, നിങ്ങളും ഉണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ ഈഫ് ക്ലോസ് ഉപയോഗിച്ച് ഈ കാര്യം പറയുന്നത്. ഡു യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ? ഞാൻ ജനൽ തുറക്കുന്നതിനോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? ഇത് തന്നെ വുഡ് യു മൈൻഡ് ഉപയോഗിച്ച് ചോദിക്കുമ്പോൾ പിന്നെ അതിനുശേഷം പാസ്റ്റ് ടെൻസ് ആണ് വരിക. വുഡ് യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോസ്, അല്ലെങ്കിൽ ഡു യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോസ്. ഡു യു മൈൻഡ് ആണെങ്കിൽ പിന്നെ അതിനുശേഷം ഈഫ് ക്ലോസിൽ നമ്മൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. വുഡ് യു മൈൻഡിന് ശേഷം ഈഫ് ക്ലോസിൽ ഉപയോഗിക്കുന്ന പാസ്റ്റ് ടെൻസ് ആണ്. ഇങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവർ പറഞ്ഞതിനോട് അല്ലെങ്കിൽ അവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതിനോട് എതിർപ്പൊന്നും ഇല്ല എന്ന് കരുതാം. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് നോട്ട് അറ്റ് ഓൾ എന്ന് പറയാം. അതായത് എനിക്കൊരു പരാതിയുമില്ല, നിങ്ങൾക്ക് ചെയ്യാം എന്ന അർത്ഥത്തിൽ. പക്ഷെ നമുക്ക് പരാതി ഉണ്ടെന്ന് കരുതാം. ഇപ്പൊ ഈ സാഹചര്യത്തിലാണെങ്കിൽ അവർ ജനൽ തുറക്കുന്നതിനോട് നമുക്ക് താല്പര്യമില്ല. അപ്പൊ അതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് പൊളൈറ്റ് ആയി പറയാൻ പല എക്സ്പ്രഷൻസ് ഉപയോഗിക്കാം. അത് നമുക്ക് ഇവിടെ നോക്കാം. നിങ്ങൾ ജനൽ തുറക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല, പുറത്ത് നല്ല തണുപ്പാണ്, അതാണ് പറയേണ്ടത്. ഇത് വളരെ പൊളൈറ്റ് ആയി നമുക്ക് വുഡ് റാദർ ഉപയോഗിച്ച് പറയാം. ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ്, ഇറ്റ് ഈസ് ടു കോൾഡ് ഔട്ട്സൈഡ്. ഇവിടെ ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ്. ആ സെന്റൻസിനകത്തും രണ്ടു പേരുണ്ട്, ഞാനും ഉണ്ട്, നിങ്ങളും ഉണ്ട്. ഇങ്ങനെ രണ്ടുപേര് വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ വുഡ് റാദറിന് ശേഷം ആ രണ്ടാമത്തെ വ്യക്തി ഉണ്ടല്ലോ അവരെ സൂചിപ്പിക്കുന്ന ആ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ഉപയോഗിക്കും. പിന്നെ വരുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു വെർബാണ്. ജനൽ ഫ്യൂച്ചറിൽ തുറക്കുന്ന കാര്യമാണ്, ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ പ്രസന്റിൽ തുറക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് പാസ്റ്റ് ടെൻസിലുള്ളതാണ്. ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ്, അതിന്റെ മുഴുവൻ ഫോം ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ് ഓപ്പൺ ദ വിൻഡോസ് ആണ്. ദ വിൻഡോസ് ഒന്നും അവിടെ പറയേണ്ട ആവശ്യമില്ല, ഡിഡിൻറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. വുഡ് റാദറിന് ശേഷം ഒരു ഒബ്ജക്റ്റ് വന്നു കഴിയുമ്പോൾ, ഒരു നൗണോ ഒരു പ്രൊനൗണോ വന്നു കഴിയുമ്പോൾ പിന്നെ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ആ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ സൂചിപ്പിക്കുന്ന വ്യക്തി ഒരു കാര്യം ചെയ്യുന്നതിനോട് നമുക്ക് താല്പര്യമില്ല എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ്. നിനക്ക് ചായയാണോ കാപ്പിയാണോ താല്പര്യം? ഡു യു പ്രിഫർ ടീ ഓർ കോഫി? വുഡ് യു ലൈക്ക് ടീ ഓർ കോഫി? ഇങ്ങനെ പല രീതിയിൽ നമുക്കിത് ചോദിക്കാം. ഏതായാലും മതി, എനിക്ക് പ്രത്യേകിച്ച് ഒരു ചോയ്സ് ഇല്ല. ചായ ആയാലും കുഴപ്പമില്ല, കാപ്പി ആയാലും കുഴപ്പമില്ല. ഏതായാലും മതി എന്ന് പറയാൻ നമുക്ക് ഐദർ എന്ന് പറയാം. വേണമെങ്കിൽ ഐദർ വിൽ ഡു എന്നും പറയാം. വിൽ ഡു അവിടെ നിർബന്ധമൊന്നുമില്ല, ഐദർ എന്ന് പറഞ്ഞാൽ മതി. ഐദർ എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ ഇത്, അതാണ് അതിനർത്ഥം. രണ്ട് ഓപ്ഷനിൽ ഏതും, രണ്ടും അല്ല ഏതും, ഒന്നുകിൽ ചായ അല്ലെങ്കിൽ കാപ്പി, അത് പറയുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. വുഡ് യു പ്രിഫർ ടീ ഓർ കോഫി? ഐദർ, ഐ ഡോണ്ട് മൈൻഡ്, എനിക്ക് ഏതായാലും കുഴപ്പമില്ല. ഐദർ വിൽ ഡു, ഐ ഡോണ്ട് മൈൻഡ്. ചായ ആയാലും കുഴപ്പമില്ല, കാപ്പി ആയാലും കുഴപ്പമില്ല. നിനക്ക് ഇന്ന് വൈകുന്നേരം പുറത്തു പോകാൻ താല്പര്യമുണ്ട്? വളരെ പൊളൈറ്റായി നമ്മളിത് ചോദിക്കുക വുഡ് യു ലൈക്ക് ഉപയോഗിച്ചാണ്. വുഡ് യു ലൈക്ക് ടു ഗോ ഔട്ട് ദിസ് ഈവനിങ്?
അതല്പം ഫോർമലും ആണ്, പൊളൈറ്റും ആണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഒരാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് വുഡ് യു ലൈക്ക് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് ഇതേ കാര്യം ഡു യു വാണ്ട് ഉപയോഗിച്ച് ചോദിക്കാം. ഡു യു വാണ്ട് ടു ഗോ ഔട്ട് ദിസ് ഈവനിങ്? ഇല്ല, എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. അപ്പൊ നമുക്കത് ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. പുറത്തു പോകുക എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്, വീട്ടിലിരിക്കുക എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് പുറത്തു പോകാൻ താല്പര്യമില്ല, വീട്ടിലിരിക്കുക എന്നുള്ള ഓപ്ഷനോടാണ് താല്പര്യം. ഇത് നമുക്ക് ഇങ്ങനെ പറയാം, ഐ വുഡ് റാദർ നോട്ട്. എനിക്ക് പുറത്തു പോവാൻ താല്പര്യമില്ല, ഐ എം നോട്ട് ഫീലിംഗ് വെരി വെൽ. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഔട്ട് എന്ന് പറയുന്നതിന് പകരമായിട്ടാണ് ഐ വുഡ് റാദർ നോട്ട് എന്ന് പറയുന്നത്. ഐ വുഡ് റാദറിന് ശേഷം നോട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ മുഴുവൻ രൂപം ഐ വുഡ് റാദർ നോട്ട് ഗോ ഔട്ട് ദിസ് ഈവനിങ് എന്ന് തന്നെയാണ്. വുഡ് റാദറിന് ശേഷം നമ്മൾ എപ്പോഴും ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇന്ന് പുറത്തു പോകാൻ താല്പര്യം ഉണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ ഐ വുഡ് റാദർ ഗോ ഔട്ട് എന്ന് പറയും. താല്പര്യമില്ല എന്ന് പറയാൻ ഐ വുഡ് റാദർ നോട്ട് ഗോ ഔട്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ആ ഗോ ഔട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല, അതിന് പകരം നോട്ട് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഐ വുഡ് റാദർ നോട്ട്. ഒരു കാര്യം ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല എന്ന് പറയാൻ ഈ എക്സ്പ്രഷൻ ഉപയോഗിക്കാം, ഐ വുഡ് റാദർ നോട്ട്. ആരാണ് ഡിന്നർ ഉണ്ടാക്കുന്നത്? നീയോ ഞാനോ? ഹു ഈസ് ഗോയിങ് ടു മേക്ക് ഡിന്നർ? ആരാണ് ഡിന്നർ ഉണ്ടാക്കാൻ പോകുന്നത്? അതാണ് ഗോയിങ് ടു മേക്ക് ഡിന്നർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന മീനിങ്. നീയോ ഞാനോ? യു ഓർ ഐ? നീ ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല, നീ ഉണ്ടാക്കിയാൽ മതി. ഇത് നമ്മൾ എങ്ങനെ പറയും? ഇവിടെയും നമുക്ക് വുഡ് റാദർ ഉപയോഗിക്കാം. ഐ വുഡ് റാദർ യു ഡിഡ്. ഐ വുഡ് റാദർ യു ഡിഡ്. നീ ഉണ്ടാക്കിയാൽ മതി. ഐ വുഡ് റാദർ യു മെയ്ഡ് ഡിന്നർ. അതിന് പകരമാണ് ഈ യു ഡിഡ് നമ്മളോട് ഉപയോഗിച്ചത്. പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. ഇവിടെയും വുഡ് റാദറിന് ശേഷം വുഡ് റാദർ പ്ലസ് ഒബ്ജക്റ്റിന് ശേഷം പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. പറയുന്നത് പ്രസന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചാണ്. ഡിന്നർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, അത് ആരും ഉണ്ടാക്കണം എന്നതിനെ കുറിച്ചാണ് ചോദ്യം. സോ ഒബ്വിയസ്ലി നമ്മൾ സംസാരിക്കുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചാണ്. പക്ഷെ നമ്മൾ ഉപയോഗിച്ച വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ളതാണ്. ഐ വുഡ് റാദർ യു ഡിഡ്. നീ ചെയ്താൽ മതി. സംഭവിച്ചത് എന്താണെന്ന് ഞാൻ അവളോട് പറയണോ? ഷുഡ് ഐ ടെൽ ഹർ വാട്ട് ഹാപ്പൻഡ്? അല്ലെങ്കിൽ ഷോൾ ഐ ടെൽ ഹർ വാട്ട് ഹാപ്പൻഡ്? ഞാൻ അവളോട് പറയണം. ഷോൾ ഉപയോഗിക്കാം, ഷുഡ് ഉപയോഗിക്കാം. ഷുഡ് ഐ ടെൽ ഹർ വാട്ട് ഹാപ്പൻഡ്? വാട്ട് ഹാപ്പൻഡ് എന്ന് പറയുമ്പോൾ സംഭവിച്ചത്. ഐ ടെൽ ഹർ എന്ന് പറയുമ്പോൾ ഞാൻ അവളോട് പറയണം. ടെൽ എന്ന വെർബ് ഉപയോഗിക്കുന്നുവെങ്കിൽ അതിനുശേഷം എല്ലായ്പ്പോഴും ആരോടാണ് പറയുന്നത് എന്നുകൂടി പറയണം. ഷുഡ് ഐ ടെൽ ഹർ വാട്ട് ഹാപ്പൻഡ്? അവളോടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ടെൽ ഹർ എന്ന് പറഞ്ഞത്. ടെല്ലിനും അതിന്റെ ഒബ്ജക്റ്റിനും ഇടയിൽ ഒരു പ്രിപ്പോസിഷനും ഇല്ല. ഷുഡ് ഐ ടെൽ ഹർ വാട്ട് ഹാപ്പൻഡ് അല്ലെങ്കിൽ ഷോൾ ഐ ടെൽ ഹർ വാട്ട് ഹാപ്പൻഡ്? നീ പറയരുതെന്നാണ് എനിക്ക്. നീ അവളോട് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇതും നമുക്ക് വുഡ് റാദർ ഉപയോഗിച്ച് പറയാം. ഐ ഡോണ്ട് വാണ്ട് യു ടു ടെൽ ഹർ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ്. അതിന്റെ മുഴുവൻ ഫോം ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ് ടെൽ ഹർ ആണ്. ടെൽ ഹർ പിന്നെ നമുക്ക് അവിടെ പറയേണ്ട ആവശ്യമില്ല. ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ് എന്ന് പറഞ്ഞാൽ മതി. അതിനർത്ഥം നീ അവളോട് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നാണ്. ഞാൻ പാട്ട് വെക്കുന്നതിനോട് നിനക്ക് എതിർപ്പുണ്ടോ? മ്യൂസിക് പ്ലേ ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് പുട്ട് സം മ്യൂസിക് ഓൺ എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്ലേ മ്യൂസിക് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ഞാൻ പാട്ട് വെക്കുന്നതിനോട് നിനക്ക് എതിർപ്പുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ പുട്ട് സം മ്യൂസിക് ഓൺ? അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ഇഫ് ഐ പുട്ട് സം മ്യൂസിക് ഓൺ? ഉണ്ട്, ഞാൻ പഠിക്കാൻ ശ്രമിക്കുകയാണ്. എതിർപ്പുണ്ട് എന്നാണ് നമുക്ക് പറയേണ്ടത്. വളരെ ഡയറക്റ്റ് ആയി ഇത് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷനാണ് യെസ് ഐ ഡു മൈൻഡ്. പക്ഷെ അത് ഒട്ടും പൊളൈറ്റ് അല്ല. ഡു യു മൈൻഡ് എന്ന് നിങ്ങളോട് ഒരാൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ഐ ഡു മൈൻഡ് എന്ന് പറയാം. വുഡ് യു മൈൻഡ് എന്നാണ് അവർ ചോദിച്ചതെങ്കിൽ ഐ വുഡ് മൈൻഡ് എന്നും പറയാം. പക്ഷെ രണ്ടും പൊളൈറ്റായ എക്സ്പ്രഷൻസ് അല്ല. പൊതുവേ നമ്മൾ ഇംഗ്ലീഷിൽ അങ്ങനെ ഉപയോഗിക്കില്ല. അതിന് പകരം നമ്മളത് കുറച്ചുകൂടി സോഫ്റ്റായി മറ്റേതെങ്കിലും രീതിയിലാണ് അവതരിപ്പിക്കാറ്. അപ്പൊ നമുക്കിത് ഇവിടെ എങ്ങനെയും പറയാം. ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ്. നിങ്ങൾ പാട്ട് വെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, താല്പര്യമില്ല. ഐ എം ട്രൈങ് ടു സ്റ്റഡി. ഞാൻ പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ് പ്ലേ മ്യൂസിക്. ഐ ആം ട്രൈങ് ടു സ്റ്റഡി. ഐ ഡു മൈൻഡ് എന്നത് കറക്റ്റ് ആണ്, പക്ഷെ അത് ഒട്ടും പൊളൈറ്റ് ആയ ഒരു രീതിയല്ല. അതുകൊണ്ട് തന്നെ പൊതുവെ നമ്മൾ അത്തരം എക്സ്പ്രഷൻസ് യൂസ് ചെയ്യില്ല. അതിന് പകരം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വുഡ് റാദർ ഉപയോഗിച്ചാണ് പൊതുവെ നമ്മൾ ഈ കാര്യങ്ങൾ പറയുക. അല്ലെങ്കിൽ ഐ എം അഫ്രൈഡ് അത് ഉപയോഗിച്ചും നമുക്ക് ഇതുപോലെ നമ്മുടെ എതിർപ്പുകളെ കുറിച്ച് പറയാൻ സാധിക്കും. ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ? അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ? വുഡ് യു മൈൻഡ് ആണെങ്കിൽ പിന്നെ പാസ്റ്റ് ടെൻസ് ആണ് വരുന്നത്. ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ? ഞാനിവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? ഒട്ടുമില്ല. ഇരിക്കുന്നതിൽ ഒരു എതിർപ്പുമില്ല എന്ന് പറയുമ്പോൾ നോ, നോട്ട് അറ്റ് ഓൾ. പ്ലീസ് ഗോ എഹെഡ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്ലീസ് സിറ്റ് എന്ന് പറയാം. പല രീതിയിലും നമുക്കിത് പറയാം. നോ, നോട്ട് അറ്റ് ഓൾ,
നോ, ഓഫ് കോഴ്സ് നോട്ട്, ഇതെല്ലാം നമുക്ക് എതിർപ്പില്ല എന്ന് പറയാനായി ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷൻസ് ആണ്. ഈ എക്സ്പ്രഷൻസ് എല്ലാം നോ, നോട്ട് അറ്റ് ആൾ, ഓഫ് കോഴ്സ് നോട്ട്, നോ പ്രോബ്ലം, ഇതെല്ലാം നമുക്ക് എതിർപ്പില്ല എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എതിർപ്പുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ വുഡ് റാദർ അല്ലെങ്കിൽ ഐ എം അഫ്രൈഡ് അതുപോലെയുള്ള എക്സ്പ്രഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പുക വലിക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ സ്മോക്ക്, അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ഇഫ് ഐ സ്മോക്ക്ഡ്. ഉണ്ട്, എതിർപ്പുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കത് ഇങ്ങനെ പറയാം. യെസ്, ഐ ഡു മൈൻഡ് എന്ന് പറയണമെന്നില്ല. അതിന് പകരം നമുക്ക് എന്ത് പറയാം? ഐ എം സോറി ബട്ട് ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ്. ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ആ പറയുന്നതിൽ അല്പം ഖേദമുണ്ട് എന്ന് പറയാനായി ഐ എം സോറി എന്നൊരു എക്സ്പ്രഷൻ കൂടി നമുക്ക് അവിടെ ഉപയോഗിക്കാം. ഐ എം സോറി ബട്ട് ഐ വുഡ് റാദർ യു ഡിഡിൻ സ്മോക്ക്. ഡിഡിൻ സ്മോക്കിന് പകരം ഡിഡിൻറ്റ് മാത്രം പറഞ്ഞാൽ മതി. ഇത് കുറച്ചുകൂടി അസർട്ടീവായി നമുക്ക് ഇങ്ങനെയും പറയാം. ഐ എം സോറി ബട്ട് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. പക്ഷേ അത് സാധ്യമല്ല, നിങ്ങൾക്ക് ഇവിടെ പുകവലിക്കാൻ കഴിയില്ല. ഐ എം അഫ്രൈഡ് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഐ എം അഫ്രൈഡ് എന്ന് പറയുന്നതും ഐ എം സോറി എന്ന് പറയുന്നതും ഒരേ അർത്ഥം തന്നെയാണ്. ഇനി അവർ പുകവലിക്കുന്നതിനോട് നമുക്ക് ഉള്ള എതിർപ്പിന് നമുക്ക് എന്തെങ്കിലും പൊളൈറ്റ് ആയ ഒരു കാരണവും നമുക്ക് പറയാം. എനിക്ക് പുക പറ്റില്ല. അത് നമ്മൾ എങ്ങനെ പറയും? അതായത് പുക ഇൻഹേൽ ചെയ്യുമ്പോൾ, സ്മോക്ക് ഇൻഹേൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ വിഷമങ്ങൾ ഉണ്ട് എന്ന് പറയാൻ നമുക്കിത് ഇങ്ങനെ പറയാം. I am sorry but I am sensitive to smoke. I am sorry, I am really sensitive to smoke. എനിക്ക് പുക പറ്റില്ല. പുക ഇൻഹെയിൽ ചെയ്യുമ്പോൾ, സ്മോക്ക് ഇൻഹെയിൽ ചെയ്താൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. I am really sensitive to smoke. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. പുക എൻ്റെ അലർജിയെ ബാധിക്കും. എന്തെങ്കിലും അലർജി പ്രോബ്ലംസ് ഉള്ളവർക്ക് സ്മോക്ക് ഇൻഹെയിൽ ചെയ്താൽ അവർക്ക് ആ അലർജി ട്രിഗർ ആവാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് ഇങ്ങനെ പറയാം. ഐ എം സോറി ദ സ്മോക്ക് വുഡ് ട്രിഗർ അല്ലെങ്കിൽ ബോദർ മൈ അലർജീസ്. നിങ്ങൾ ഇവിടെ ഇരുന്ന് സ്മോക്ക് ചെയ്താൽ അത് എൻ്റെ അലർജിയെ ട്രിഗർ ചെയ്യും. ഐ എം സോറി ദ സ്മോക്ക് വുഡ് ട്രിഗർ മൈ അലർജീസ് അല്ലെങ്കിൽ ദ സ്മോക്ക് വുഡ് ബോദർ മൈ അലർജീസ്. ഇതെല്ലാം നമുക്ക് വളരെ പൊളൈറ്റായി റിഫ്യൂസ് ചെയ്യുന്നതിന്, അതായത് നമുക്ക് എതിർപ്പുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷൻസ് ആണ്. ഐ ഡു മൈൻഡ് എന്നോ ഐ വുഡ് മൈൻഡ് എന്നോ പറയുമ്പോൾ കാര്യം അവർക്ക് മനസ്സിലാവും, പക്ഷെ അതത്ര പൊളൈറ്റ് അല്ല, അല്പം റൂഡായി തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം എക്സ്പ്രഷൻസ് പൊതുവെ ആളുകൾ യൂസ് ചെയ്യില്ല. നമ്മളിങ്ങനെ ഐ എം സോറി, ഐ എം അഫ്രൈഡ്, ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ് അതുപോലത്തെ എന്തെങ്കിലും സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചാണ് ഈ കാര്യങ്ങൾ പറയാം. ഇനി അത്ര പൊളൈറ്റായി പറയണമെന്ന് ആഗ്രഹമില്ല. നിങ്ങളുടെ എതിർപ്പ് അത് നേരിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം. യെസ്, ഐ ഡു മൈൻഡ്, എനിക്ക് എതിർപ്പുണ്ട്. താങ്ക് യു ഫോർ ആസ്കിങ്, ചോദിച്ചതിന് നന്ദി. അതായത് എൻ്റെ സമ്മതം ചോദിച്ചതിന് നന്ദി, പക്ഷെ എനിക്ക് എതിർപ്പുണ്ട്. കഴിയുന്നതും ഇതുപോലത്തെ സെന്റൻസസ് യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ പറയുന്നത് അല്പം പൊളൈറ്റായി അവർക്ക് വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ പറയുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അവൾ നമ്മുടെ ജോലിയിൽ ഇംപ്രസ്ഡ് ആണോ? അവൾക്ക് നമ്മുടെ ജോലിയെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ടോ? ഈസ് ഷീ ഇംപ്രസ്ഡ് വിത്ത് അവർ വർക്ക്. ഇംപ്രസ്ഡിന് ശേഷം പൊതുവെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ വിത്ത് ആണ്. ഈസ് ഷീ ഇംപ്രസ്ഡ് വിത്ത് അവർ വർക്ക് അല്ല, നോ എന്ന് മാത്രം പറയാം നമുക്ക്. അതല്ലെങ്കിൽ അത് കേൾക്കുന്നയാൾക്ക് അത്ര തന്നെ വിഷമമില്ലാത്ത രീതിയിൽ അല്പം സോഫ്റ്റായി അവർക്ക് ബുദ്ധിമുട്ട് തോന്നാത്ത തരത്തിൽ ഈ ഒരു കാര്യം അവതരിപ്പിക്കണമെന്ന് കരുതാം. അതിന് നമുക്ക് ഐ എം അഫ്രൈഡ് നോട്ട് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ഐ എം അഫ്രൈഡ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഐ എം സോറി എന്ന് തന്നെയാണ്. എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഖേദമുണ്ട്, അതാണ് ആ എക്സ്പ്രഷൻ അർത്ഥം. ഐ എം അഫ്രൈഡ് നോട്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇല്ല അല്ലെങ്കിൽ അല്ല എന്നാണ്. അല്പം സോഫ്റ്റായി അത് പറയുന്നു എന്ന് മാത്രം. നമ്മുടെ ജോലിയിൽ അവൾ ഇംപ്രസ്ഡ് അല്ല, അതാണ് നമുക്ക് പറയേണ്ടത്. നോ എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാം? ഐ എം അഫ്രൈഡ് നോട്ട് എന്ന് പറയാം. നോക്ക് ശേഷവും അത് ഉപയോഗിക്കാം. നോ, ഐ എം അഫ്രൈഡ് നോട്ട്, അവള് ഇംപ്രസ്ഡ് അല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് പരാതിയുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ? ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും ചോദിക്കാം. ഡു യു മൈൻഡ് മൈ സിറ്റിംഗ് ഹിയർ? ഇഫ് ഐ സിറ്റ് ഹിയർ എന്ന് പറയുമ്പോൾ അതൊരു ക്ലോസ് ആണ്. ഒരു ഈഫ് ക്ലോസ് നമ്മളോട് ഉപയോഗിച്ചു. ഡു യു മൈൻഡിന് ശേഷവും വുഡ് യു മൈൻഡിന് ശേഷവും നമുക്കിങ്ങനെ ഈഫ് ക്ലോസ് ഉപയോഗിക്കാം. ഇതേ കാര്യം നമുക്ക് ഈഫ് ക്ലോസ് ഉപയോഗിക്കാതെ ING ഫോം ഉപയോഗിച്ചും പറയാം. അങ്ങനെ വരുമ്പോൾ ആ ING ഫോമിന് മുന്നിൽ ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് കൂടി വരും. ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് പരാതിയുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ അല്ലെങ്കിൽ ഡു യു മൈൻഡ് മൈ സിറ്റിംഗ് ഹിയർ? ഈ രീതിയിൽ ഇത് ചോദിക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഈഫ് ക്ലോസ് ഉപയോഗിച്ച് ഈ കാര്യം പറയാം. ഡു യു മൈൻഡ് മൈ സിറ്റിംഗ് ഹിയർ എന്നതിന് പകരം ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ എന്ന് ചോദിക്കാം. ഞാൻ ഇരിക്കുന്നതിൽ പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയാണ് മൈ സിറ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ING ഫോം ഉപയോഗിച്ചാണ് ഈ കാര്യം പറയുന്നതെങ്കിൽ ആ ING ഫോമിന് മുന്നിൽ ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഡു യു മൈൻഡ് മൈ കമ്മിങ് ലേറ്റ്? ഞാൻ വൈകി വരുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ?
ഡു യു മൈൻഡ് മൈ യൂസിങ് യുവർ കമ്പ്യൂട്ടർ? ഞാൻ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? ഇതേ കാര്യം നമുക്ക് ഇഫ് ക്ലോസ് ഉപയോഗിച്ച് ചോദിക്കാം. ഡു യു മൈൻഡ് ഇഫ് ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ? അതാണ് കുറച്ചുകൂടി നല്ലത്. പക്ഷെ ഇങ്ങനെ ING ഫോം ഉപയോഗിച്ചും നമുക്കിത് ചോദിക്കാം. അത് പെർഫെക്റ്റ്ലി കറക്റ്റ് ആണ്. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ തെറ്റ് വരും എന്ന് തോന്നുന്നവര് ഇഫ് ക്ലോസ് ഉപയോഗിച്ച് തന്നെ ഈ കാര്യം പറയാം. വുഡ് യു മൈൻഡ് മൈ സിറ്റിംഗ് ഹിയർ അല്ലെങ്കിൽ ഡു യു മൈൻഡ് മൈ സിറ്റിംഗ് ഹിയർ? ഒട്ടുമില്ലായിരുന്നോളൂ, അതാണ് പറയേണ്ടത്. പ്ലീസ് ഡു, പ്ലീസ് ഗോ എഹെഡ് എന്നും പറയാം. അതായത് ഇരുന്നോളൂ. അത് തന്നെയാണ് ഈ രണ്ട് എക്സ്പ്രഷന്റെയും അർത്ഥം. നമുക്ക് ഒരു പരാതിയും ഇല്ല എന്ന് പറയാൻ നോ, നോട്ട് അറ്റ് ഓൾ എന്ന് പറയാം. അല്ലെങ്കിൽ ഓഫ് കോഴ്സ് നോട്ട് എന്ന് പറയാം. ഞങ്ങൾക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ നിനക്ക് സാധിച്ചോ? നമ്മൾ ഒരാളോട് നമുക്ക് വേണ്ടി ടിക്കറ്റ് വാങ്ങിക്കാൻ പറഞ്ഞിരുന്നു. അവർക്കത് സാധിച്ചോ എന്നാണ് ചോദ്യം. ടിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞോ? വെർ യു ഏബിൾ ടു ബൈ ടിക്കറ്റ്സ് ഫോർ us അല്ലെങ്കിൽ വെർ യു ഏബിൾ ടു ഗെറ്റ് ടിക്കറ്റ്സ് ഫോർ us. കുഡ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ബി ഏബിൾ ടുവിന്റെ ഒരു ഫോമാണ് യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് ടെൻസിലായത് കാരണമാണ് ഇവിടെ വേർ ഉപയോഗിച്ചത്. സബ്ജക്റ്റ് യു ആണ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ സാധിച്ചു എന്ന് നമ്മൾ എങ്ങനെ പറയാം? ഐ വാസ് ഏബിൾ ടു ബൈ ടിക്കറ്റ്സ് ഫോർ യു. ഐ വാസ് ഏബിൾ ടു ബൈ ടിക്കറ്റ്സ് എന്നതിന്റെ ക്വസ്റ്റ്യൻ ഫോം ആണിത്. വെർ യു ഏബിൾ ടു ബൈ ടിക്കറ്റ്സ് ഫോർ us? ഞങ്ങൾക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ നിനക്ക് സാധിച്ചോ? ഇല്ല. അത് അങ്ങനെ ഡയറക്റ്റ്ലി പറയുന്നതിന് പകരം നമുക്ക് അല്പം മയത്തിൽ ഇങ്ങനെ പറയാം. ഐ എം അഫ്രൈഡ് നോട്ട്. നോ, ഐ എം അഫ്രൈഡ് നോട്ട്. എനിക്ക് കഴിഞ്ഞില്ല. ഐ എം അഫ്രൈഡ് നോട്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചില്ല, ഇല്ല, അല്ല എന്നെല്ലാം പറയാൻ അത് അല്പം മയത്തിൽ അല്പം സോഫ്റ്റായി പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് ഐ എം അഫ്രൈഡ് നോട്ട്. നീ എവിടെയാണ് പോയത്? മലേഷ്യയിലോ സിംഗപ്പൂരിലോ? നീ എവിടെയാണ് പോയത് എന്ന് ചോദിക്കാൻ വെർ ഡിഡ് യു ഗോ എന്ന് ചോദിച്ചാൽ മതി. ഇപ്പോൾ ഒരാൾ ഒരു ടൂർ പോയി, ഒരു ട്രിപ്പ് പോയി. ആ ട്രിപ്പിൽ അവരെവിടെ പോയി എന്ന് ചോദിക്കണമെന്ന് കരുതാം. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ ഓൺ യുവർ ട്രിപ്പ് എന്നൊരു എക്സ്പ്രഷൻ കൂടി ആഡ് ചെയ്യാം. വെർ ഡിഡ് യു ഗോ ഓൺ യുവർ ട്രിപ്പ്? നീ എവിടെയാണ് പോയത്? വെർ ഡിഡ് യു ഗോ ഓൺ യുവർ ട്രിപ്പ്? മലേഷ്യ ഓർ സിംഗപ്പൂർ? മലേഷ്യയിലാണോ പോയത്, സിംഗപ്പൂരിലാണോ? രണ്ടിടത്തും അല്ല പോയത്. രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതിൽ രണ്ടും ഇല്ല അല്ലെങ്കിൽ രണ്ടും അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക നീദർ ആണ്. അതിൽ രണ്ടിൽ ഏതായാലും മതി എന്ന് പറയുമ്പോഴാണ് ഐദർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കത് ഇങ്ങനെ പറയാം. രണ്ട് സ്ഥലത്തും അല്ല പോയത്. നീദർ ഐ വെന്റ് ടു ദുബായ്. ഞാൻ പോയത് ദുബായിലാണ്, സിംഗപ്പൂരിലും അല്ല, മലേഷ്യയിലും അല്ല. വെർ ഡിഡ് യു ഗോ? മലേഷ്യ ഓർ സിംഗപ്പൂർ? നീദർ ഐ വെന്റ് ടു ദുബായ്. ഞാൻ പോയത് ദുബായിലാണ്. രണ്ട് ഓപ്ഷനും അല്ല, ഇതുമല്ല അതുമല്ല എന്ന് പറയാനാണ് നമ്മൾ നീദർ ഉപയോഗിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്ന് പറയാനാണ് ഐദർ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും എന്ന് പറയാനാണ് നമ്മൾ ബോത്ത് ഉപയോഗിക്കുന്നത്. അവസാന ബസ് പോയിരിക്കുന്നു. ദ ലാസ്റ്റ് ബസ് ഹാസ് ഗോൺ. പോയിരിക്കുന്നു അല്ലെങ്കിൽ പോയിട്ടുണ്ട് എന്ന് പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. ദ ലാസ്റ്റ് ബസ് ഹാസ് ഗോൺ. നമ്മൾ എന്ത് ചെയ്യും? വാട്ട് ഷോൾ വി ഡു? നമ്മൾ ഇനി ഇപ്പൊ എന്ത് ചെയ്യും? എന്നാൽ പിന്നെ നമുക്ക് നടക്കാം. മറ്റൊരു ഓപ്ഷനും ഇല്ല. ഉള്ള ഓപ്ഷനിൽ നല്ലത് നടക്കുന്നതാണ്. ഇത് നമ്മൾ എങ്ങനെ പറയും? നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിളിലും ഇത് തന്നെ പറഞ്ഞിരുന്നു. ഇത് നമുക്ക് മൈറ്റ് ആസ് വെൽ ഉപയോഗിച്ച് പറയാം. സോ വി മൈറ്റ് ആസ് വെൽ വോക്ക്. ദ ലാസ്റ്റ് ബസ് ഹാസ് ഗോൺ. വാട്ട് ഷോൾ വി ഡു? വി മൈറ്റ് ആസ് വെൽ വോക്ക്. നമുക്ക് നടക്കാം. എത്ര മണിക്കാണ് നീ പുറത്തു പോകുന്നത്? വാട്ട് ടൈം ആർ യു ഗോയിങ് ഔട്ട്? വെൻ എന്ന് ചോദിച്ചാൽ അതിനർത്ഥം എപ്പോൾ എന്നാണ്. വാട്ട് ടൈം എന്ന് ചോദിക്കുമ്പോൾ എത്ര മണി, കൃത്യമായ സമയം നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ വാട്ട് ടൈം ആണ് ഉപയോഗിക്കുക. വാട്ട് ടൈം ആർ യു ഗോയിങ് ഔട്ട്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ പ്രീ എക്സിസ്റ്റിംഗ് ആയ ഒരു അറേഞ്ച്മെന്റിനെ കുറിച്ച്, ഒരു ഡിസിഷനെ കുറിച്ചാണ് ചോദ്യം. വാട്ട് ടൈം ആർ യു ഗോയിങ് ഔട്ട്? ഞാൻ ഇപ്പോഴേ റെഡിയാണ്. ഞാൻ ഇപ്പൊ തന്നെ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു പക്ഷെ ഇപ്പൊ തന്നെ പോയേക്കും. വെൽ ഐ എം റെഡി, സോ ഐ മൈറ്റ് ആസ് വെൽ ഗോ ഔട്ട് നൗ. ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം. വെൽ എന്നത് പൊതുവെ നമ്മൾ കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്ന ഒരു ഫില്ലറാണ്. അതിന് വിശേഷിച്ചൊരു അർത്ഥമൊന്നും അവിടെ ഇല്ല. നീ ഈ ചിത്രം എവിടെയാണ് തൂക്കാൻ പോകുന്നത്? ഇതും നേരത്തെ തന്നെ എടുത്ത ഒരു ഡിസിഷനെ കുറിച്ചുള്ള ചോദ്യമാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്. വെർ ആർ യു ഗോയിങ് ടു ഹാങ് ദിസ് പിക്ചർ? ചിത്രം തൂക്കുന്നതിന് നമ്മൾ ഹാങ് എന്ന വെർബാണ് യൂസ് ചെയ്യുന്നത്. വെർ ആർ യു ഗോയിങ് ടു ഹാങ് ദിസ് പിക്ചർ? അല്ലെങ്കിൽ ഞാൻ എഴുതിയത് ദാറ്റ് പിക്ചർ എന്നാണ്. ദാറ്റ് പിക്ചർ എന്ന് പറയുമ്പോൾ ആ ചിത്രമാണ്. ഈ ചിത്രം ദിസ് പിക്ചർ ആണ്. വെർ ആർ യു ഗോയിങ് ടു ഹാങ് ദിസ് പിക്ചർ? ഞാൻ ഇനിയും തീരുമാനിച്ചിട്ടില്ല, ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഇത് നമ്മൾ എങ്ങനെ പറയും? ഇതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പ്രഷനാണ് ഐ എം സ്റ്റിൽ തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഇനിയും ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല. ഐ എം സ്റ്റിൽ തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഞാൻ ഒരു പക്ഷേ ഇത് ലിവിംഗ് റൂമിൽ തൂക്കും. ഒരു പക്ഷേ എന്നതിന് നമുക്ക് മൈറ്റ് എന്ന വെർബ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് പെർഹാപ്സ് എന്ന് പറയാം, മേ ബി എന്ന് പറയാം. മേ ബി സബ്ജക്റ്റിന് മുന്നിലാണ് വരിക. പെർഹാപ്സും പൊതുവെ സബ്ജക്റ്റിന് മുന്നിലാണ് നമ്മൾ യൂസ് ചെയ്യുക. നമുക്കിത് മൈറ്റ് ഉപയോഗിച്ച് പറയാം. ഐ എം സ്റ്റിൽ തിങ്കിങ് അബൌട്ട് ഇറ്റ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? ഐ ഹാവിൻ മെയ്ഡ് അപ്പ് മൈ മൈൻഡ് എറ്റ് എന്നും പറയാം.
ഐ ഹാവിൻ മെയ്ഡ് അപ്പ് മൈ മൈൻഡ് എറ്റ്. അതിനർത്ഥവും ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് തന്നെയാണ്. ഐ ഹാവിൻ മെയ്ഡ് അപ്പ് മൈ മൈൻഡ് എറ്റ്. ഐ മൈറ്റ് ഹാങ് ഇറ്റ് ഇൻ ദ ലിവിംഗ് റൂം. ഞാനതൊരു പക്ഷേ ലിവിംഗ് റൂമിൽ തൂക്കിയേക്കാം. ഐ ഹാവ് മെയ്ഡ് അപ്പ് മൈ മൈൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം. ഐ ഹാവിൻ മെയ്ഡ് അപ്പ് മൈ മൈൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനിയും ഒരു തീരുമാനം എടുത്തിട്ടില്ല. സ്കൂൾ കഴിഞ്ഞാൽ നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ പൊതുവെ മലയാളത്തിലാവുമ്പോൾ ചോദിക്കാം 10th കഴിഞ്ഞാൽ, 12th കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ. അങ്ങനെയാണ് നമ്മൾ പൊതുവെ ചോദിക്കുക. ഇംഗ്ലീഷിൽ പൊതുവെ അവർ ചോദിക്കുന്നത് ആഫ്റ്റർ സ്കൂൾ, ആഫ്റ്റർ യൂണിവേഴ്സിറ്റി, അതുപോലത്തെ എക്സ്പ്രഷൻസ് ആണ്. അവർ ആ ഗ്രേഡ് ഒന്നും അങ്ങനെ പറയുന്നില്ല. സ്കൂൾ കഴിഞ്ഞാൽ നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? വാട്ട് ആർ യു ഗോയിങ് ടു ഡു വെൻ യു ലീവ്, അല്ലെങ്കിൽ ആഫ്റ്റർ സ്കൂൾ. വാട്ട് ആർ യു ഗോയിങ് ടു ഡു വെൻ യു ലീവ് സ്കൂൾ. സ്കൂൾ പഠനം കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? സ്കൂൾ വിട്ടാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആഫ്റ്റർ സ്കൂൾ എന്നും നമുക്ക് ചോദിക്കാം. ഞാൻ ഇപ്പോഴും അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഐ എം സ്റ്റിൽ തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഒരു തീരുമാനം ഇനിയും ആയിട്ടില്ല. ഐ എം സ്റ്റിൽ തിങ്കിങ് അബൌട്ട് ഇറ്റ്. അല്ലെങ്കിൽ ഐ ഹാവിൻ മെയ്ഡ് അപ്പ് മൈ മൈൻഡ് എറ്റ്. ഞാൻ ഇനിയും തീരുമാനം എടുത്തിട്ടില്ല. ഞാനൊരു പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ പോയേക്കാം. ഐ മൈറ്റ് ഗോ ടു യൂണിവേഴ്സിറ്റി. ഞാനൊരു പക്ഷേ ഒരു ജോലി കണ്ടുപിടിച്ചേക്കാം. ഐ മൈറ്റ് ഫൈൻഡ് വർക്ക്. അല്ലെങ്കിൽ ഐ മൈറ്റ് ലുക്ക് ഫോർ വർക്ക്. ഞാൻ ജോലിക്ക് വേണ്ടി അന്വേഷിച്ചേക്കാം. അവന്റെ ലൈറ്റ് ഓൺ ആണ്, അതുകൊണ്ട് എൻ്റെ ഒരു ഊഹം അവൻ ഇപ്പോഴും ഉണർന്നിരിക്കുകയാണെന്നാണ്. എക്സാക്ട് ട്രാൻസ്ലേഷൻ ഒന്നുമല്ല പറയുന്നത്. അവന്റെ ലൈറ്റ് ഓൺ ആണ്, അതായത് അവന്റെ റൂമിൽ നമുക്ക് ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഹിസ് ലൈറ്റ് ഈസ് ഓൺ. അതങ്ങനെ പറഞ്ഞാൽ മതി. അതുകൊണ്ട് സോ എൻ്റെ ഒരു ഊഹം എന്നതിന് ഐ ഗസ് എന്ന് പറയാം. എൻ്റെ ഒരു ഊഹം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് അല്ലാതെ ഐ ഗസ് എന്ന് പറയുമ്പോൾ ഞാൻ ഊഹിക്കുന്നത് എന്നാണ്. സോ ഐ ഗസ് ഹീ സ്റ്റിൽ അപ്പ്. ഹീ സ്റ്റിൽ അപ്പ് എന്ന് പറയുമ്പോൾ അവൻ ഇനിയും ഉറങ്ങിയിട്ടില്ല, ഇപ്പോഴും ഉണർന്നിരിക്കുകയാണ് എന്നർത്ഥം. ഹിസ് ലൈറ്റ് ഈസ് ഓൺ, സോ ഐ ഗസ് ഹീ സ്റ്റിൽ അപ്പ്. സ്റ്റിൽ അപ്പ്, ഇപ്പോഴും ഉണർന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരാളോട് നിങ്ങൾ ഇനിയും ഉറങ്ങിയിട്ടില്ല എന്ന് ചോദിക്കണമെന്ന് കരുതുക. അതിന് നമുക്ക് ആർ യു സ്റ്റിൽ അപ്പ് എന്ന് ചോദിക്കാം. ആർ യു സ്റ്റിൽ അപ്പ്, ഇനിയും ഉറങ്ങിയിട്ടില്ലേ, ഇപ്പോഴും ഉണർന്നിരിക്കുകയാണോ എന്നർത്ഥം. ഐ ഡോണ്ട് സ്റ്റേ അപ്പ് ലേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ വൈകി ഉണർന്നിരിക്കാറില്ല, ഒരുപാട് വൈകാതെ ഞാൻ കിടക്കാൻ പോകും എന്നർത്ഥം. ഐ ഡോണ്ട് അലോ മൈ ചിൽഡ്രൻ ടു സ്റ്റേ അപ്പ് ലേറ്റ് എന്ന് പറയുമ്പോഴോ ഞാൻ എൻ്റെ കുട്ടികളെ രാത്രി ഒരുപാട് നേരം ഉറങ്ങാതിരിക്കാൻ അനുവദിക്കാറില്ല. ഐ ഡോണ്ട് അലോ മൈ ചിൽഡ്രൻ ടു സ്റ്റേ അപ്പ് ലേറ്റ്. ഹീ സ്റ്റിൽ അപ്പ് എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോഴും ഉണർന്നിരിക്കുകയാണ്, ഉറങ്ങിയിട്ടില്ല എന്നാണ് അർത്ഥം. നീ വീട്ടിലേക്ക് ടാക്സി വിളിക്കുന്നുണ്ടോ? ടാക്സി വിളിച്ചാണോ വീട്ടിൽ പോകുന്നത്? ആർ യു ടേക്കിംഗ് എ ടാക്സി ഹോം. നീ വീട്ടിലേക്ക് ടാക്സിയിലാണോ പോകുന്നത്? ആർ യു ടേക്കിംഗ് എ ടാക്സി ഹോം. ഇല്ല, എനിക്ക് ഇവിടെ നിന്നും ഇത്തിരി ദൂരം നടക്കാനേ ഉള്ളൂ. നോ, മൈ ഹോം ഈസ് ഓൺലി എ ഷോർട്ട് വാക്ക് ഫ്രം ഹിയർ. മൈ ഹോം ഈസ് ഓൺലി എ ഷോർട്ട് വാക്ക് ഫ്രം ഹിയർ, അല്ലെങ്കിൽ ഐ ലിവ് ഓൺലി എ ഷോർട്ട് വാക്ക് ഫ്രം ഹിയർ. എനിക്ക് ഇവിടെ നിന്ന് ഇത്തിരി ദൂരം നടക്കാനുള്ളതേ ഉള്ളൂ. ഐ ലിവ് ഓൺലി എ ഷോർട്ട് വാക്ക് ഫ്രം ഹിയർ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? മൈ ഹോം ഈസ് ഓൺലി എ ഷോർട്ട് വാക്ക് ഫ്രം ഹിയർ എന്ന് പറയാം. സോ ഇറ്റ് ഈസ് നോട്ട് വർത്ത് ടേക്കിംഗ് എ ടാക്സി. ഒരു ടാക്സി വിളിക്കുന്നത് നഷ്ടമാണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നത്, നമ്മൾ ആ ചിലവാക്കുന്ന പൈസയ്ക്ക് അനുസരിച്ച് ലാഭം നമുക്കുണ്ട് എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷനാണ് ഇറ്റ് ഈസ് വർത്ത്. ലാഭമില്ല, നഷ്ടമാണ് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് വർത്ത് എന്ന എക്സ്പ്രഷനാണ്. ഐ ലീവ് ഓൺലി എ ഷോർട്ട് വാക്ക് ഫ്രം ഹിയർ, സോ ഇറ്റ് ഈസ് നോട്ട് വർത്ത് ടേക്കിംഗ് എ ടാക്സി. ഒരു ടാക്സി വിളിക്കുന്നതിൽ ഒരു ലാഭവുമില്ല, നഷ്ടമാണ്. ഇറ്റ് ഈസ് നോട്ട് വർത്ത് ടേക്കിംഗ് എ ടാക്സി. ഇറ്റ് ഈസ് നോട്ട് വർത്ത് ടേക്കിംഗ് എ ടാക്സി എന്നതിന് പകരം നമുക്ക് ഇറ്റ് ഈസ് നോ യൂസ് ടേക്കിംഗ് എ ടാക്സി എന്ന് പറയാം. യൂസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ അതിന് മുന്നിൽ നോട്ട് അല്ല നോ ആണ്. ഇറ്റ് ഈസ് നോ യൂസ് ടേക്കിംഗ് എ ടാക്സി. അല്ലെങ്കിൽ നമുക്കിത് ദർ ഈസ് നോ പോയിന്റ് ഇൻ ടേക്കിംഗ് എ ടാക്സി എന്നും പറയാം. പോയിന്റിന് ശേഷം ഇന്നുണ്ട്. ഇത് കഴിഞ്ഞ പല ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഐ ലീവ് ഓൺലി എ ഷോർട്ട് വാക്ക് ഫ്രം ഹിയർ, സോ ഇറ്റ് ഈസ് നോട്ട് വർത്ത് ടേക്കിംഗ് എ ടാക്സി. വെർത്തിന് മുന്നിൽ നോട്ടാണ് ഉപയോഗിക്കുന്നത്, യൂസിന് മുന്നിൽ നോ ആണ് ഉപയോഗിക്കുക. അവൻ ഫോൺ എടുത്തില്ല. ഹി ഡിഡ്ന്റ് ആൻസർ ഹിസ് ഫോൺ. അവൻ തിരക്കിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഐ സപ്പോസ് ഹി വാസ് ബിസി, അല്ലെങ്കിൽ ഐ തിങ്ക് ഹി വാസ് ബിസി. ഐ തിങ്കിന് പകരം നമുക്ക് ഐ സപ്പോസ് എന്ന് പറയാം. ഹി ഡിഡ്ന്റ് ആൻസർ ഹിസ് ഫോൺ, സോ ഐ സപ്പോസ് ഹി വാസ് ബിസി. ഐ തിങ്ക് എന്ന് പറയുന്നതിന് പകരമായിട്ടാണ് നമ്മളിവിടെ ഐ സപ്പോസ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കുറച്ച് സെന്റൻസസ് നോക്കാം. ഇത് നമ്മൾ ഇന്നത്തെ ലെസണിൽ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പല ലെസൺസിലും ഈ ഗ്രാമർ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് താഴത്തെ കമന്റ്സിൽ പോസ്റ്റ് ചെയ്യാം. സംശയങ്ങളുള്ളവർക്ക് ചോദിക്കാം. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കോമണായി യൂസ് ചെയ്യുന്ന ചില എക്സ്പ്രഷൻസിന്റെ കറക്റ്റ് യൂസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി നോക്കിയത്. ഈ ലെസൺ യൂസ്ഫുൾ ആയി തോന്നുന്നവര് ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.